ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നുണ്ടായിരുന്ന വീട്ടിലെ വിശേഷങ്ങളാണ്. ഇന്ന് അമ്മ വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എൻ്റെ ഒരു ഔട്ടിങ് പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ നമുക്ക് അത് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് വന്ന ചാലക്കുടി വരെ ഒന്ന് പോയി മിന്നുവിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മിന്നുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവളുടെ പരിപാടികൾ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ റെഡിയായി. ഞാനും മിന്നു മാത്രമല്ല, എൻ്റെ അനിയനും അനിയത്തിയും കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങൾ 4 പേര് കൂടിയാണ് പോകാനിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഓട്ടോറിക്ഷയിൽ തന്നെയാണ് കേട്ടോ പോണേ. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി. അപ്പച്ചൻ വീട്ടിലുണ്ട് കേട്ടോ. ഞങ്ങൾ പോയി പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ ടിറ്റു വണ്ടിയുടെ സൈഡിൽ കിടന്നുറങ്ങായിരുന്നു. അപ്പോൾ അവനെ വിളിച്ചെഴുന്നേപ്പിച്ച് കുറച്ച് നേരം കളിപ്പിക്കാനൊക്കെ മിന്നു ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ കളിക്കാനായിട്ട് നിൽക്കുന്നില്ല. അവൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് നമ്മളുടെ എഴുന്നേൽപ്പിക്കൽ. അപ്പോൾ അവനത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നേരം കളിച്ചു. അത് അപ്പോൾ മിന്നു പറഞ്ഞു, നമുക്കന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന നേരത്തെ അവൻ ഇച്ചിരി നേരം വന്ന് തൊട്ടുരുമിയൊക്കെ വന്ന് നിന്നു. അങ്ങനെ ഞങ്ങൾ ചാലക്കുടിയിലെത്തി. മൂലൻസിലാണ് കേട്ടോ ഫസ്റ്റ് പോയത്. അപ്പോൾ അവൾക്ക് ക്രേപ്പിൻ്റെ സാധനങ്ങൾ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതൊക്കെ മേടിക്കണം മമ്മി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ സാധനങ്ങൾ കാണുന്നു, പെയിൻറ്റിൻ്റെ സാധനങ്ങൾ കാണുന്നു, അത് ഇതൊക്കെ കാണുന്നു. അപ്പോൾ അതൊക്കെ വേണം. ഞാൻ പറഞ്ഞു ക്രേപ്പിൻ്റെ സാധനം മാത്രം മേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ക്രേപ്പിൻ്റെ പേപ്പറുകളൊക്കെ തപ്പി. അപ്പോൾ ആദ്യം ഞങ്ങൾ തപ്പിയിട്ടൊന്നും കണ്ടില്ല. പിന്നെ ഞാനതിരിക്കുന്ന സ്ഥലം കണ്ടത്. അങ്ങനെ ഓരോ കളറ് സെലക്ട് ചെയ്തു. അങ്ങനെ 2-3 കളറ് എടുത്തു. അത് കഴിഞ്ഞപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഓറഞ്ചിലേക്ക് പോയി. ചെറുതായിട്ടൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഓറഞ്ചിലേക്ക് അത് കഴിഞ്ഞപ്പം മിന്നുവിന് മുൻപ് ഇഷ്ടമില്ലാതിരുന്നൊരു സാധനമായിരുന്നു ബിരിയാണി. പക്ഷെ ഇപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടം ബിരിയാണി. അപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും എന്ത് സാധനം ഓർഡർ ചെയ്ത് കണ്ടിട്ട് നമുക്ക് എന്നിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളാദ്യം പോകുമ്പോൾ പറയും ഏതെങ്കിലും നമുക്ക് ലൈറ്റായിട്ടൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. അവിടെ എത്തുമ്പോൾ പറയും ബിരിയാണി. നമുക്ക് ബിരിയാണി നമുക്ക് തിന്ന് അങ്ങനെ സമയമില്ലാത്തത് കൊണ്ടും ഞങ്ങൾ വേഗം ഒരു പൊറോട്ട റോള്, 4 പേരും പൊറോട്ട റോളും ഷെയ്ക്കൊക്കെ പറഞ്ഞു. അതിലും പേരും ബിരിയാണി ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടാവാം. എന്നാലും ഇതാകുമ്പോൾ ഭയങ്കര കഴിച്ചിട്ടുണ്ടല്ലോ ഇഷ്ടമാണ് കേട്ടോ. പൊറോട്ട കഴിച്ചു. നല്ലതായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ചു. അപ്പോഴേക്കും കഴിച്ചു സമയത്ത് ഞാൻ ഷെയ്ക്കുന്നുണ്ട്. ഷെയ്ക്ക് എല്ലാവരും ഡിഫറെൻറ്റ് ഷെയ്ക്കാട്ടോ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പിസ്തയാണ്. മിന്നുവിന് സ്ട്രോബെറിയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുടിച്ചു. അപ്പോൾ മിന്നുവിനാണെങ്കിൽ അവളുടെ മാത്രം കുടിച്ചാൽ പോരാ, എല്ലാവരുടെയും ടേസ്റ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും മേടിച്ച് തിരിച്ച് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവളുടെ തന്നെയാണ് ഏറ്റവും നന്നായി എന്ന് പറയുകയും ചെയ്യും. അവൾക്ക് അവളുടെ ഇഷ്ടമുള്ളൂ. പക്ഷെ എനിക്ക് തോന്നിയത് നമ്മൾ കുടിക്കുന്ന ഷേക്ക് തന്നെയാണ് നമുക്ക് ഇഷ്ടമാവുള്ളൂ. മറ്റുള്ളവരുടെ ഷേക്ക് കുടിച്ച് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കിട്ടാറില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാനും ടേസ്റ്റ് ചെയ്തായിരുന്നു അവരുടെയൊക്കെ. മിന്നുവിൻ്റെ വർണ്ണനകളും കുസൃതികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇച്ചിരി ടൈമായി. അപ്പോഴേക്കും ഞങ്ങൾക്ക് ഇച്ചിരി ഇരുട്ടായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കിനി മെഡിക്കൽ ഷോപ്പിലും കൂടി കയറാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിലേക്ക് പോകാം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് വേഗം ഇറങ്ങി. അത് കഴിഞ്ഞ് നേരെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി. മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് കുറച്ച് മരുന്നുകൾ അനിയത്തിക്ക് മേടിക്കാനുണ്ടായിരുന്നു, അമ്മയ്ക്ക് മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. പോകുന്ന യാത്രയിൽ മിന്നു കിടന്നുറങ്ങി. പിന്നെ വീട്ടിൽ ചെന്നപ്പോഴേക്കും വീടെത്തറയപ്പോഴേക്കും എഴുന്നേറ്റു കേട്ടോ. എഴുന്നേറ്റ് സാധനങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നടന്നു വീട്ടിലേക്ക്. ആൾ ഇത്തിരി എന്താ പറയുക ഉറക്കത്തിലായിരുന്നു. കയറി. അപ്പോൾ അവളുടെ സാധനങ്ങളെല്ലാം കിട്ടി എന്നുള്ള സന്തോഷത്തിൽ ആൾ വേഗം എല്ലാം കൊണ്ട് കയറി. ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ.